അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീനയിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. നല്ല കുട്ടിയാണെങ്കിലും അവനൊരു ചീത്ത സ്വഭാവമുണ്ട്. കാണുന്ന മരത്തിനൊക്കെ കല്ലെറിയുന്ന സ്വഭാവം. അത് ചെയ്യാനാൽ വല്ലാത്ത പൊറുതികേടാണ്. ഒരു ദിവസം കുട്ടി നല്ല മുഴുത്ത കല്ലുകളുമായി ഒരു മരുപ്പച്ചയിലെത്തി. തണൽ വീണു കിടക്കുന്ന ആ മരുപ്പച്ചയിലെങ്ങും ഈന്തപ്പനകൾ കുലച്ചു നിന്നിരുന്നു. ഹായ്! കുട്ടിയുടെ കൈ തരിച്ചു. അവൻ വേഗം പനക്കെറിയാൻ തുടങ്ങി. പഴങ്ങൾ കൊഴിഞ്ഞു. കുറേ കഴിഞ്ഞു ഏറു നിർത്തി. അടുത്ത പരിപാടി ആരംഭിച്ചു. വീണ പഴങ്ങൾ പെറുക്കി തിന്നുക. വയറു നിറഞ്ഞപ്പോൾ അവൻ എണീറ്റുപോയി. കല്ലെറിഞ്ഞാൽ പനക്കു കേടുപറ്റുമെന്നോ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അറിഞ്ഞാൽ തന്നെ പിടികൂടുമെന്നോ ഒന്നും കുട്ടി ആലോചിച്ചിരുന്നില്ല. ഒരു നാൾ അതു സംഭവിച്ചു. തോട്ടത്തിൻ്റെ ഉടമസ്ഥർ പാർത്തിരുന്ന് കുട്ടിയെ പിടിച്ചു. അവരവനെ മുഹമ്മദ് നബിയുടെ മുമ്പിലാണ് ഹാജരാക്കിയത്. വല്ലാത്ത പരിഭ്രമത്തോടെയാണ് കുട്ടി നബിയെ നേരിട്ടത്. അദ്ദേഹം കോപിക്കുമോ, തന്നെ ശകാരിക്കുമോ? അവൻ നിന്നു വിറച്ചു. പ്രവാചകനാകട്ടെ വളരെ ശാന്തനായി സൗമ്യനായി, എന്തിനാണ് കുഞ്ഞേ നീ മരത്തിൽ കല്ലെറിയുന്നത് എന്ന് വെറുതെ അറിയാൻ എന്ന മട്ടിൽ ചോദിച്ചു. ഈന്തപ്പഴം കിട്ടാനാ? എന്നിട്ടവൻ്റെ നിഷ്കളങ്കമായ ചോദ്യം. കല്ലെറിയാതെ എങ്ങനെയാ ഈത്തപ്പഴം കിട്ടുക? വിവേകമില്ലാത്തത് കൊണ്ടാണ് കുട്ടി ഈ തെറ്റു ചെയ്യുന്നതെന്ന് പ്രവാചകൻ ഉറപ്പായി. ആ കുട്ടി ഒരു ക്രൂരനല്ലെന്നും വകതിരിവില്ലാത്തവൻ മാത്രമാണെന്നും നബി അറിഞ്ഞു. നയത്തിൽ പറഞ്ഞു തിരുത്താവുന്നതേയുള്ളൂ. മേലാൽ ഒരു മരത്തിനും കല്ലെറിയരുത് കേട്ടോ. നബി അവനെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് പറഞ്ഞു. എറിഞ്ഞാൽ മരത്തിനു പരിക്കു പറ്റും. പിന്നെ അതൊരിക്കലും പഴം തരില്ല. മനസ്സിലായോ? തിന്നാനാണെങ്കിൽ താനെ കുഴിയുന്നവ തന്നെയുണ്ടല്ലോ. നബി ആ കുട്ടിയെ നെറുകയിൽ കൈവച്ചനുഗ്രഹിച്ചു. അവനുവേണ്ടി പ്രാർത്ഥിച്ച ശേഷമാണ് പറഞ്ഞയച്ചത്. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.